ലോകത്ത് എന്ത് നടന്നാലും അതിൽ തൻ്റെ കയ്യൊപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന് പറയുന്നതിനൊപ്പം പറയാതെ പറയുന്നതാണ് മേക്ക് മീ ഹാപ്പി എഗെയിൻ എന്ന്. തന്നെ സന്തോഷിപ്പിക്കുന്നവരെ ട്രംപ് തോളിൽ കയറ്റി നടക്കും, എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാകുന്നതുവരെ. അതൊരു വ്യക്തിയായാലും ഒരു രാജ്യമായാലും. ഇറാനുമായി ധാരണാപത്രം ഒപ്പിടുന്നതിന് തലേദിവസം വരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഫീൽഡ് മാർഷൽ അസീം മുനീറും ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഫ്രാൻസിലിരുന്ന് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അസീം മുനീറും അറിഞ്ഞതേയില്ല. ഇവരെ ഒഴിവാക്കാൻ കാരണം ഇസ്രായേലിനെ അനുകൂലിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല എന്നതായിരുന്നു. സമാനമായി ഒപ്പം കൊണ്ടു നടന്ന ഒരു രാജ്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. തനിക്കിഷ്ടമില്ലാത്തത് ചെയ്യുന്ന രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്ന പതിവ് ട്രംപ് ആവർത്തിച്ചിരിക്കുന്നു. ഇറാനുമായി കൈകോർക്കുന്നു എന്നതാണ് പ്രകോപനം. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതത്തിന് ഇറാനും ഒമാനും ധാരണയാകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ വിവാദ പരാമർശം. ഹോർമൂസിലെ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറാനിയൻ ഉപരോധത്തിന് തടസ്സം നിന്നാൽ ഒമാനെ ബോംബിട്ട് തകർക്കും എന്നാണ് ഭീഷണി. ഇറാനുമായുള്ള കരാർ കാലാവധി അവസാനിക്കുന്നതും ഇപ്പോഴും ഒരു ശാശ്വതമായ കരാറിൽ എത്താനാകാത്തതും അതിനിടയിൽ ഹോർമൂസ് തുറക്കാൻ ഇറാൻ ഒമാനുമായി ധാരണയിൽ എത്തുന്നതും ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ജൂണിൽ അമേരിക്കയും ഇറാനും ഒപ്പിട്ട കരാർ തിങ്കളാഴ്ചയോടെ കാലാവധി പൂർത്തിയായിരുന്നു. പക്ഷേ 6 മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഇതുവരെ ഒത്തുതീർപ്പിലെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ ഇറാൻ ഹോർമൂസ് അടച്ചതിനാൽ ഇന്ധനക്ഷാമം നേരിട്ടതോടെ അമേരിക്ക കരുതൽ ശേഖരത്തിന്റെ പകുതിയിലധികവും ഉപയോഗിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ പോലും വർഷങ്ങളെടുക്കും. ഇന്ധനക്ഷാമവും ഇന്ധന വിലക്കയറ്റവും അതുവഴി ഉണ്ടാകുന്ന അവശ്യസാധന വിലക്കയറ്റവും അമേരിക്കയെ ചുഴറ്റിയടിക്കുന്നുണ്ട്. ജനരോഷം എതിരായാൽ നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് തനിക്ക് തിരിച്ചടിയാകുമോ എന്നും ട്രംപിന് ആശങ്കയുണ്ട്. ഈ അസ്വസ്ഥതകളിൽ നിന്നാണ് ട്രംപിന്റെ ഈ ബോംബ് ഭീഷണി ഒമാനെതിരെ ഉണ്ടാകുന്നത്. വിദേശ മാധ്യമമായ ഫോക്സ് ന്യൂസിന് നൽകിയ ടെലഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഒമാൻ തടസ്സം നിന്നാൽ അവരെ ഞങ്ങൾ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അസഭ്യവർഷത്തോടെയാണ് ഒമാനെ ട്രംപ് ഭീഷണിപ്പെടുത്തിയത് എന്ന് ട്രംപുമായി ഫോണിൽ സംസാരിച്ച ഫോക്സ് ന്യൂസ് റിപ്പോർട്ടർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതുവരെ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലാത്ത രാഷ്ട്രമാണ് ഒമാൻ. പക്ഷേ നിഷ്പക്ഷമായി നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും ഇറാനിൽ നിന്ന് പലകുറി ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഹോർമൂസുമായി അതിർത്തി പങ്കിടുന്ന ഒമാൻ തന്നെ ഹോർമൂസ് തുറക്കാൻ ഇറാനുമായി ധാരണയിൽ എത്തുന്നതിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ. കരാർ ഒപ്പിടുന്നതിനോട് അടുത്തിരിക്കുകയാണ് എന്നും ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഹോർമൂസ് തുറക്കാനുള്ള ശ്രമങ്ങൾ US സ്വന്തം നിലയിൽ നടത്തി വരുന്നതിനിടെ ഒമാൻ തടസ്സം നിൽക്കുകയാണ് എങ്കിൽ ഞങ്ങൾ അവരെ തകർക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഹോർമൂസ് തുറക്കുന്ന ട്രാൻസിറ്റ് റൂട്ടിന്റെ ഭൂപടം സംബന്ധിച്ച് ധാരണയിൽ എത്തിയതായി ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ചർച്ചകൾ പോസിറ്റീവാണ് എന്ന് ഒമാനും വ്യക്തമാക്കിയതാണ്. ഈ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകമാണ് ട്രംപിന്റെ ഭീഷണി പരാമർശം ഉണ്ടാകുന്നത്. ഒമാനും ഇറാനും തമ്മിൽ ചർച്ചകൾ തുടങ്ങിയിട്ട് ആഴ്ചകളായി. അതേക്കുറിച്ച് ട്രംപ് കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. ചർച്ചകളുടെ അന്തിമഘട്ടത്തിൽ അമേരിക്ക കരാറിന്റെ ഭാഗമായി വരുമെന്ന് ട്രംപ് പ്രതീക്ഷിച്ചു. ചുരുങ്ങിയ പക്ഷം ഒമാൻ തന്റെ അനുമതി തേടുമെന്ന് പോലും ട്രംപ് കരുതി. എന്നാൽ നാവിക ഉപരോധം ഏർപ്പെടുത്തി ഹോർമൂസിന്റെ നിയന്ത്രണം തന്റെ കയ്യിലെന്ന് വീമ്പ് പറയുന്ന ട്രംപിനെ ഒമാൻ പരിഗണിച്ചതേയില്ല. ഒമാന് പ്രധാനം അവരുടെ എണ്ണ വാതക വിതരണം പഴയതുപോലെ തുടരുക എന്നതാണ്. സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ അമേരിക്ക അതിൽ പരാജയപ്പെട്ടു. കാര്യങ്ങൾ സുഗമമായി പോകണമെങ്കിൽ ഇറാൻ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ഇറാനുമായി ചർച്ചകൾ നടത്തി. ഇറാനും ഒമാനും തമ്മിൽ ശത്രുതയില്ല. പക്ഷേ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി കൊടുത്തത് ഗൾഫ് മണ്ണിലെ സൈനിക കേന്ദ്രങ്ങളിലാണ്. ഒമാനിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളില്ല. പക്ഷേ അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒമാനിലും ഇറാന്റെ മിസൈലുകൾ വീണു. പരസ്പരം ഗുണമുള്ള ഒരു കരാർ എന്ന തരത്തിലാണ് ഹോർമൂസിലെ കപ്പൽ ഗതാഗതത്തെ ഇപ്പോൾ ഇറാനും ഒമാനും കാണുന്നത്. ഹോർമൂസിൽ ഒമാനും അവകാശമുണ്ട് എന്ന തരത്തിൽ ഇറാൻ തന്നെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. അതൊരു ക്ഷണമായി കണ്ട് ഒമാൻ ചർച്ചയ്ക്ക് തയ്യാറായി. കരാറിലെത്തിയാൽ ചിലപ്പോൾ ഒമാനും ഇറാനും കപ്പലുകളിൽ നിന്ന് ചുങ്കം പിരിക്കും. പിന്നാലെ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങി ഹോർമൂസിനെ മാത്രം ആശ്രയിച്ച് എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളും കരാറിന്റെ ഭാഗമാകും. അതോടെ ഏത് രാജ്യത്തിന്റെ കപ്പലായാലും ഹോർമൂസിലൂടെ കയറി ഇറങ്ങുമ്പോൾ പണം നൽകേണ്ടി വരും. അവിടെ അമേരിക്കയ്ക്കോ അവരുടെ നാവിക ഉപരോധത്തിനോ ഒരു പ്രസക്തിയും ഉണ്ടാകില്ല. അതാകാം ട്രംപിന്റെ ഒമാനെതിരായ ഭീഷണിക്ക് പിന്നിൽ.
ഇറാനും അമേരിക്കയ്ക്കും ഇടയിലെ സമാധാന ചർച്ചകൾ ഇപ്പോൾ തടസ്സപ്പെട്ട നിലയിലാണ്. മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇറാനുമായി പ്രശ്നപരിഹാരത്തിന് തനിക്ക് തിടുക്കമൊന്നുമില്ല എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞാലും കരാറിലെത്താൻ ട്രംപിന് ധൃതിയുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മാറിയുള്ള പല പ്രസ്താവനകളും തെളിയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഒമാനെ ഭീഷണിപ്പെടുത്തിയത്. മറ്റൊന്ന് IRGCയുമായി ചർച്ചയ്ക്ക് അമേരിക്കയ്ക്ക് നേരിട്ട് ബാക്ക് ചാനലുണ്ട് എന്ന പ്രസ്താവന. ഇത് IRGC തള്ളിക്കളയുകയും ചെയ്തതാണ്. ഇറാനുമായി ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നതും തങ്ങളുടെ അനുവാദമില്ലാതെ ഹോർമൂസ് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നതും ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എണ്ണ ഉൾപ്പെടെയുള്ള അവശ്യ ചരക്കുകളുടെ നീക്കം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. അതോടൊപ്പം എണ്ണ നീക്കത്തിനുള്ള ബദൽ പാതയായ ചെങ്കടലിലെ ബാബൽ മന്ദേബും സംഘർഷഭീതിയിലാണ്. ചെങ്കടലിൽ സൗദി അറേബ്യയുടെ സൈനിക ലാൻഡിംഗ് കപ്പലും അതിന് അകമ്പടി സേവിച്ച 4 പെട്രോളിംഗ് ബോട്ടുകളും ആക്രമിച്ചതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെടുന്നുണ്ട്. സൗദിക്കെതിരായ സമുദ്ര ഉപരോധത്തിന്റെ ഭാഗമായാണ് ആക്രമണമെന്നാണ് ഹൂത്തികളുടെ അവകാശവാദം. സമഗ്ര കരാറെന്ന സാധ്യത ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതി, US ഉപരോധങ്ങൾ, ഹോർമൂസ് കടലിടുക്കിന്റെ അവകാശം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ധാരണാപത്രം ഒപ്പിട്ടത്. ഇതെല്ലാം ഇപ്പോൾ സംശയ നിഴലിലാണ്. ധാരണാപത്രത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ വഷളായി. ഹോർമൂസിൽ ബദൽ കപ്പൽ പാത സ്ഥാപിക്കാനുള്ള US ശ്രമത്തിനെതിരെ കടലിടുക്ക് അടച്ചുകൊണ്ടായിരുന്നു ഇറാൻ പ്രതിഷേധം. ഇതോടെ അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും നാവിക ഉപരോധം ഏർപ്പെടുത്തി. ഇത് ഇറാന്റെ എണ്ണ കയറ്റുമതി കുത്തനെ ഇടിയാൻ ഇടയാക്കി. ഇറാനിയൻ കറൻസികളുടെ മൂല്യം തകരുകയും ചെയ്തതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇറാൻ നേരിടുന്നത്. എങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ ഇപ്പോഴും തയ്യാറല്ല. പോരാത്തതിന് യുദ്ധസമയത്തുള്ളതിനേക്കാൾ മിസൈലുകളും ഡ്രോണുകളും ഇറാൻ സ്വായത്തമാക്കിയെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുമ്പോഴും പാകിസ്ഥാൻ അതിർത്തിയിലൂടെ ഉൾപ്പെടെ ഇറാൻ എണ്ണ വിൽക്കുന്നുണ്ട്. ചൈനയുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള എണ്ണ എത്തുന്നത് ഇറാനിൽ നിന്നാണ്. അമേരിക്കയുടെ ഉപരോധത്തെ അവഗണിച്ചാണ് ചൈന ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. ചൈനയ്ക്കെതിരെ വലിയ താരിഫ് ഏർപ്പെടുത്തിയപ്പോഴും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവർ കുറച്ചിരുന്നില്ല. ഇത് ഇറാന് വലിയ സഹായമാണ്. ഇറാൻ മേഖലയിൽ സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ കടുത്ത നിലപാടുകളിൽ നിന്നും മുൻഗണനകളിൽ നിന്നും അമേരിക്ക പിൻവാങ്ങുന്നതായാണ് സൂചന. ഇറാന്റെ പൂർണ്ണ കീഴടങ്ങൽ, ഭരണമാറ്റം, ആണവശേഷി പൂർണ്ണമായി ഇല്ലാതാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രംപ് ആരംഭിച്ച യുദ്ധം ഇപ്പോൾ ഹോർമൂസ് തുറന്നാൽ അവസാനിപ്പിക്കാം എന്ന നിലയിലേക്ക് ട്രംപ് മാറ്റിയിട്ടുണ്ട്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകിട്ടണമെന്ന പ്രധാന ആവശ്യത്തിലും ട്രംപ് അയവ് വരുത്തി. അങ്ങനെ മുൻ ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം ട്രംപ് ഭരണകൂടം പിന്നാക്കം പോയതാണ് ഇറാൻ യുദ്ധത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായും അതിനാൽ യുറേനിയം വീണ്ടെടുക്കുന്നതിനേക്കാൾ ഇറാൻ അത് വീണ്ടും ശേഖരിക്കുന്നില്ല എന്ന് ബഹിരാകാശ നിരീക്ഷണം വഴി ഉറപ്പാക്കാനുമാണ് US ഇപ്പോൾ ശ്രമിക്കുന്നത്. കർശന നിബന്ധനകളോടെ കരാറിൽ എത്തുക അസാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ US ഭരണകൂടം ഇപ്പോൾ മുൻഗണന നൽകുന്നത് ആഗോള വിപണിയിൽ എണ്ണ വാതക വിലകൾ സ്ഥിരപ്പെടുത്തുന്നതിനാണ്. അതിനായി ഹോർമൂസ് തുറക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം ഏറെക്കുറെ പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്.